ഹലോ. അങ്ങനെ എക്സ്റേ ഒക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് വന്നപ്പോഴത്തേനും ചെറിയ ബ്ലോക്ക് ഉണ്ടായിരുന്നു. എപ്പോഴത്തേയും പോലും ഇല്ലായിരുന്നു. അങ്ങനെ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് ഈ വെള്ള ബസ്, ഈ പട്ടർമല എന്ന് പറഞ്ഞ ബസ്സിനകത്തായിരുന്നു പണ്ട് ഞങ്ങൾ സ്കൂളിലൊക്കെ വരുന്നത്. അങ്ങനെ ആ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്ക് വന്നു കേട്ടോ. എക്സ്റേ കാണിക്കാനായിട്ട് വന്നു. അങ്ങനെ ഡോക്ടറെ കാണാനായിട്ട് അകത്ത് കയറിയപ്പോഴത്തേനും ഡോക്ടറിന് വേറെ പേഷ്യൻ്റ് കയറി. അപ്പോൾ പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തല്ല പറ്റൂ. അങ്ങനെ കുറച്ച് നേരം ഞാൻ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. നമുക്ക് എപ്പോഴും ഉള്ളതാണല്ലോ വെയിറ്റിങ്ങും ബ്ലോക്കും കാര്യങ്ങളൊക്കെ. അങ്ങനെ അവസാനം ഡോക്ടറെ കയറി കണ്ടു. അപ്പോൾ ചെറിയ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ ബാൻഡേജ് ചുറ്റണമെന്ന് പറഞ്ഞു. ബാൻഡേജ് ഞാൻ കൊണ്ടുവരാത്തതുകൊണ്ട് ഡോക്ടർ അവിടുന്ന് തന്നെ ഒരു എണ്ണയും തേച്ച് ഒരു കുഴമ്പും തേച്ച് തുണി കെട്ടി തന്നു കേട്ടോ. എന്നിട്ട് വീട്ടിൽ ചെന്ന് മാറ്റണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്നത് പെർമിഷൻ എടുത്തിട്ടാണ് കേട്ടോ. ഞാൻ ചോദിച്ചായിരുന്നു ഡോക്ടറെ വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അടുത്തുനിന്ന് ചേച്ചിയാണ് മറുപടി പറഞ്ഞത്, മോളെ എന്നെ കിട്ടാതെ എടുത്തോണേ, കാര്യം എന്നെ മുഖം കൊള്ളൂല, രാവിലെ ആയിരുന്നെങ്കിൽ വീഡിയോ എടുക്കാമായിരുന്നെന്ന്. അങ്ങനെ പിന്നെ ചേച്ചിയുടെ മുഖമൊക്കെ പോയതെന്ന് വെച്ചാൽ ഞാൻ എടുത്തത് കേട്ടോ. ഇനി ഇതും കൊണ്ട് ഞൊണ്ടി നടക്കണമല്ലോ എന്നാണ് എൻ്റെ മനസ്സിലുള്ള ചിന്ത. നല്ല നാറ്റമുള്ള മരുന്നാണ് കേട്ടോ, ആയുർവേദം അല്ലേ, അപ്പം നല്ല നാറും. അങ്ങനെ പിന്നെ അവസാനം ഞാൻ മരുന്നൊക്കെ മേടിക്കാനായിട്ട് പോയി ബില്ലൊക്കെ അടിച്ച് അങ്ങനെ ഫാർമസിയിൽ പോയി മരുന്നും കാര്യങ്ങളും എല്ലാം മേടിച്ച് നേരെ പുറത്തിറങ്ങി. അച്ചായൻ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അച്ചായൻ്റെ അടുത്ത് ചെന്നപ്പോഴത്തേനും ഞാൻ കാല് കാണിച്ചപ്പോഴത്തേനും അയ്യോ ഇതെന്തോ പറ്റി, വെച്ച് കെട്ടനൊക്കെ കിട്ടിയോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ നേരെ ഇനി ഞാൻ പോകുന്നത് വീട്ടിലേക്കാണ്. അങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മൂന്നാംകുറ്റിയിൽ ഇറങ്ങി കേട്ടോ. ഈ കാലും വെച്ചുകൊണ്ട് കൊച്ചിനെ അവിടെ വഴിയിൽ ഇറക്കി വിട്ടുമെന്ന് ആരും ചിന്തിക്കണ്ട. കാര്യം ഞാൻ അച്ചായനോട് പറഞ്ഞതാണ്, എന്നെ ഇവിടെ ഇറക്കിക്കോ, ഞാൻ ഇവിടുന്ന് ഒരു ഓട്ടോയിൽ പോയിക്കോളാം, എനിക്ക് കുറച്ച് സാധനം മേടിക്കണമെന്ന്. അങ്ങനെയാണ് കേട്ടോ ഇറക്കിയത്, നിർബന്ധിച്ച് പറഞ്ഞു വിട്ടാണ്. അങ്ങനെ ഇന്നതാണ്ട ഞാൻ ഇക്കാക്ക് കൊടുത്തു വിടാനായിട്ട് കുറച്ച് മരുന്നും കാര്യങ്ങളൊക്കെ മേടിക്കണമായിരുന്നു. അവിടെ മൊത്തവും പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് മരുന്നൊക്കെ കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ മരുന്നും അല്ലാതെ കുറച്ച് അല്ലറയുള്ള സാധനങ്ങളൊക്കെ വേണമായിരുന്നു. അതൊക്കെ മേടിച്ചുകൊണ്ട് ഞാൻ ഇനി നേരെ വീട്ടിലേക്ക് പോന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കാതെ കമൻറ്റും കൂടെ ചെയ്തേക്ക്.